ഹലോ വെൽക്കം ബാക്ക് ടു ഹോം ഗ്രൂൺ റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എഗ് ദോശ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കാണാം. വളരെ ഈസിയായി നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചേരുവകൾ വെച്ച് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 2 സാധാരണ ചുവന്ന മുളക് ആഡ് ചെയ്ത് അതിലേക്കൊരു 5-6 എല്ലി വെളുത്തുള്ളി പീസ് ചെയ്ത് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക്, ഒരു സവാള ചെറുതായി അരിഞ്ഞത് ആഡ് ചെയ്യാം. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്യാം. സവാള നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഒരു തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. അപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ച് ഒരു മുട്ട ആഡ് ചെയ്യാം. ഒന്ന് കഷ്ണങ്ങളാക്കി ആഡ് ചെയ്യണം. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്ത് നമ്മളിതിനൊരു സൈഡിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മളൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചിടാം. പിന്നെ നമ്മൾ സാധാരണയായി ഓംലെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം. എന്നിട്ട് പാൻ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മൾ കലക്കി വെച്ച് മുട്ട ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കറിവേപ്പിലയും ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനൊന്ന് മറിച്ചിടാം. എന്നിട്ട് ഇതിനൊന്ന് നമ്മൾ വീണ്ടും മറിച്ചിടാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച എഗ് മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ഒക്കെ ആഡ് ചെയ്ത ശേഷം നമ്മൾ ഇതിനെ 2 സൈഡിലായി ഒന്ന് ഫോൾഡ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിലായി കുറച്ച് കറിവേപ്പില അഥവാ മല്ലി ഇല ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ പീസ് ചെയ്ത് സെർവ് ചെയ്യാം. ഇത് സിമ്പിളായിട്ടുള്ള ഈ എഗ് ദോശ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് ഫീഡ്ബാക്കുകളുണ്ടെങ്കിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം പുതിയ റെസിപ്പിയുമായി. താങ്ക് യു.